ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിട്ട് നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ മാങ്ങയൊക്കെ തോല് കളഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. മാങ്ങ തോല് കളയാണ്. നല്ല പഴുത്തുണ്ട് നോക്കി ചെയ്യുമ്പോൾ കുറച്ച് കേടൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നമുക്ക് കളയാമല്ലേ. മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ശർക്കര മധുരം എത്രത്തോളം ആവശ്യമുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ഇട്ടു കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല മധുരമുള്ള മാങ്ങക്കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറച്ച് തോനെ ശർക്കര വെച്ചു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 2 പച്ചമുളകും കീറിയിട്ടു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. മാങ്ങക്കറി മൺചട്ടിയിലൊക്കെ കഴിക്കുക വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ മൺചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കുക്കറിലിട്ടു. രാത്രി വന്നിട്ടല്ല വെക്കുന്നത്, അപ്പോൾ വേഗം കുക്കറിലാണ് വെച്ചത്. അതേ അടുപ്പത്തേക്ക് വെക്കാത്ത സമയത്തേക്ക് കറണ്ടൊന്ന് പോയി, അതാണ്. അപ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് കമ്മിയാണ്, അതിൻ്റെ ഇടയിൽ കറണ്ടും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ കറി. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു കേട്ടോ, ചെറിയ ജീരകം ഇട്ടു. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് തൈരാണ് ഒഴിച്ചത്. അത് കട്ടുണ്ടെങ്കിൽ കട്ടെന്ന് ഉടഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തൈര് അതിൽ ഒഴിച്ചു. പിന്നെ എന്നിട്ട് അത് അരച്ചെടുക്കുകയാണേ. അതിൻ്റെ ഇടയിൽ എവിടുന്ന ഓടി വരുന്ന വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ പോയതായിരുന്നു. പിന്നെ നമ്മളെ കുരുമുളക് ലൈവായിട്ടാണ് കേട്ടോ, അതവിടെ ഉണ്ടായിരുന്നു, നമ്മളെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ കുറച്ച് അരച്ച് കഴിഞ്ഞപ്പോഴാണ് കുരുമുളക് ഇട്ടിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മ. അപ്പോൾ വേഗം കുരുമുളകൊക്കെ എടുത്തുവിടുന്ന് അതും കൂടെ അതിൽ അരയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് ചേർക്കാം. അങ്ങനെ അരപ്പ് റെഡിയായി അതിലേക്ക് ചേർക്കാൻ നേരത്ത് കുക്കർ എടുത്ത് തുറന്ന് നോക്കിയിട്ടോ, മാങ്ങയൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ അരച്ചത് അതിൽ ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തു. അരപ്പൊക്കെ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പുളി കമ്മിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈരയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അതിൽ ചിലർക്ക് പുളി കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ തൈര്, പുളി കുറവായിരുന്നു ഞാൻ വെച്ചില്ല, അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് മിക്സാക്കി. പിന്നീട് അതൊന്നും കൂടെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ അതിൻ്റെ മുകളിലൊന്ന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഡെക്കറേഷന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് താളിച്ചെടുക്കുക. അതിൽ കടുകും ഉലുവയും പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇടായിരുന്നു കേട്ടോ നല്ലത്. പക്ഷേ ഇവിടെ ഉണക്കമുളക് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഉണക്കമുളകാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ തൽക്കാലം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തു. അങ്ങനെ ഞങ്ങളുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ അതെന്താ അടച്ച് വെക്കണമെന്ന് ആലോചിക്കണില്ലേ? മേത്തിക്ക് തെറിക്കാതിരിക്കാനാണ്. കടുക് പൊട്ടിക്കുമ്പോഴേ എപ്പോഴും മേത്തിക്ക് തെറിക്കും, അപ്പോൾ പതുക്കെ ഒന്ന് അടച്ച് വെച്ചു. അങ്ങനെ ഞങ്ങളുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. ഇത് എനിക്കറിയണ പോലെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്കത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും, കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇത് രസമുണ്ടായിരുന്നു കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ഭാഗത്ത് ഓരോ സ്റ്റൈലല്ലേ വയ്ക്കാം. അപ്പോൾ ഓരോരുത്തർ എങ്ങനെ വെക്കണം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.